CK അഭിലാലുണ്ട്. അഭിലാൽ, കേൾക്കാമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇനി തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സൂചനയില്ലോ. എങ്കിലും കൂടുതൽ അറസ്റ്റിന്റെ ഉൾപ്പെടെ നടപടികൾ ഇപ്പോൾ അന്വേഷണ സംഘം ഈ കോടതിയിൽ വന്ന ഉദ്യോഗസ്ഥർ മാത്രമല്ലല്ലോ, പലയിടങ്ങളിലായി സമാന്തരമായ അന്വേഷണം നടക്കുകയല്ലേ? അതെ, അന്വേഷണ സംഘത്തിന്റെ തലവൻ SP ശശിധരൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പ്രതിയുമായി തിരികെ തിരുവനന്തപുരം വക്കീലിന്റെ പ്രതികരണം വരുന്നുണ്ട്. ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണ്ണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഇന്നലെ മുതൽ തന്നെ പോയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശാസ്ത്രമംഗലം അജിത് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സഹകരിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ 14 ദിവസം കൂടുതലൊന്ന് കോടതി ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി കൃത്യമായിട്ട് മാൻഡേറ്റ് നടപടി ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ നിന്ന് മറ്റ് രേഖകൾ ലഭിക്കാനുണ്ട്. രേഖകൾ ലഭിച്ചതിന് ശേഷം ബെയിലും മറ്റു കാര്യങ്ങളോട് മുമ്പോട്ട് പോകും. 14 ദിവസത്തേക്കാണ് 30/10 വരെയാണ് ഇപ്പോൾ ബഹുമാനോട് കോടതി പോലീസ് കസ്റ്റഡി നൽകിയിട്ടുള്ളത്. അതൊക്കെ മുന്നോക്കം, അതൊക്കെ കോടതി രേഖകളാണ്. ഹൈക്കോടതി അതൊക്കെ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ കോടതിയുടെ പർവ്യൂ ഇരിക്കുന്നത്. അതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. ബാക്കിയുള്ള നോ കമന്റ്സ്. ബാക്കി കോടതി രേഖകൾ ലഭിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. കോടതിയുടെ തീരുമാനമാണത്. ആ കോടതി അതൊക്കെ നിങ്ങളെടുത്ത ബൈറ്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനാണ് സംസാരിച്ചത്. ശാസ്തമംഗലം അജിത്ത് എന്ന സീനിയർ വക്കീലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ കേസിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡി എടുത്തപ്പോൾ തന്നെ കസ്റ്റഡി രഹസ്യമാണ്, എവിടെയാണെന്ന് അറിയില്ല എന്ന് അഭിഭാഷകൻ പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കസ്റ്റഡി സ്ഥിരീകരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബത്തെ ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ ധരിപ്പിച്ചത്. ശാസ്തമംഗലം അജിത്തിന്റെ ടീമിൽപ്പെട്ട അഭിഭാഷകരിൽ ഒരാളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ സംസാരിച്ചത്. 14 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കൽ, അത് കൂടുതൽ ദിവസങ്ങളാണ്. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. എല്ലാ ദിവസവും ആരോഗ്യ പരിശോധന ഉൾപ്പെടെ വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അക്കാര്യം കോടതി അംഗീകരിച്ചു എന്ന ചില സൂചനകൾ, കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ മാത്രമാണ് അഭിഭാഷകന്റെ വാക്കുകളിലുള്ളത്.